ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ പ്രൗഢമായ നിലക്ക് പ്രാമാണികമായി വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളുടെ വിശദാംശങ്ങൾ ഫൈസൽ മൗലവിയുടെ മറുപടിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരു 15 മിനിറ്റിന്റെ സുദീർഘത യഥാർത്ഥത്തിൽ ഇവിടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫൈസൽ മൗലവി അടിച്ചത് മുഴുവൻ ശിക്ഷായ ഒരു മാനസികാവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ വിശദമായി അതിന്റെ ഒന്നിന്റെയും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ചോദ്യങ്ങൾ ഓരോന്നും ഇവിടെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. CD ഇറങ്ങുമ്പോൾ ഓരോന്നും ക്ലിയറായി ചേർത്തുകൊണ്ട് തന്നെ അത് CD-യിൽ പ്രസിദ്ധീകരിക്കും. ഈ സംസാരം ഇപ്പോൾ വൈറക്സിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനനായ അനീഫ് കായക്കൊടിയും ബന്ധപ്പെട്ട ആളുകളും ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്. ഒന്നാമത് ചോദിച്ചിരുന്ന ചോദ്യം ഞങ്ങള് ഇവിടെ കൃത്യമായി ഓരോന്നും മുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം ഞാനത് കേൾപ്പിക്കുന്നു. ഒന്ന് ജസ്റ്റ് ഒന്നിട്ടെടുക്കി. ഹയ്യും ഹാദറും ായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ ശിർക്കല്ലെന്നതിനുള്ള പ്രമാണമെന്ത്? അതിനാണ് മറുപടി പറയേണ്ടത്. ഒന്ന്, അതിന്റെ മറുപടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. വളരെ ക്ലിയറായി കൃത്യമായി മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഹയ്യും ഹാദറും ഖാദിറുമായ ജിന്നിനോട് ചോദിച്ചാൽ ആ ചോദിക്കുന്നത് ശിർക്കല്ല എന്നതിന്റെ പ്രമാണം നിങ്ങൾക്ക് തരേണ്ടി വരുന്നത് മൊത്തത്തിൽ പ്രാർത്ഥനയുടെയും ഇബാദത്തിന്റെയും തൗഹീദിന്റെയും അടിക്കല്ല് പറിക്കുകയും അടിക്കല്ല് പുഴക്കുകയും നിർവചനങ്ങൾ മൊത്തം തിരുത്തുകയും ചെയ്തതുകൊണ്ടാണ്. ഫൈസൽ മൗലവിയുടെ പറഞ്ഞു കഴിഞ്ഞു, ജിന്നിനോടാകുമ്പോൾ പ്രാർത്ഥനയാകാൻ കുറെ നിബന്ധനകൾ, ഇൻസിനോടാകുമ്പോൾ പ്രാർത്ഥനയാകാൻ വേറെ കുറെ നിബന്ധനകൾ, പോത്തിനോടാകുമ്പോൾ പ്രാർത്ഥനയാകാൻ വേറെ കുറെ നിബന്ധനകൾ. അങ്ങനെയില്ല. പ്രാർത്ഥന ഒരു കാര്യം, ഒരു തേട്ടം, ഒരു വിളി പ്രാർത്ഥനയാകാൻ പൊതുവായി നിശ്ചയിക്കപ്പെട്ട മാനദണ്ഡം ഏതാണോ ആ മാനദണ്ഡങ്ങൾ തന്നെയാണ്. അതിന് എന്തെല്ലാം പ്രമാണങ്ങളാണോ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് ആ പ്രമാണങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലും ഉള്ളത് എന്ന് ഹനീഫ് കായക്കൊടി മനസ്സിലാക്കണം. ഞങ്ങളിവിടെ ഇത് മുറിച്ചിട്ട് വിശദീകരിച്ചതുപോലെ ഫൈസൽ മൗലവി ഹയ്യും ഹാദറും ഖാദിറുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ മുറിച്ചിട്ട് വിശദീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യം ഇട്ട് കൊടുക്കുക. രണ്ട്, ഈ ഹാദിറാണ് ഖാദിറാണ് എന്ന് ഒരു ജിന്നിനെ പറ്റി മനസ്സിലാക്കാനുള്ള വഴിയുണ്ട്. കാരണം എന്താ? ശിർക്കും ശിർക്കല്ലാതെയുമാകുന്നത്. ജിന്ന് ഖാദിറല്ലെങ്കിൽ ശിർക്കായി, വിളിച്ച ജിന്ന് ഹാദിറല്ലെങ്കിൽ ശിർക്കായി, വിളിച്ച ജിന്ന് അവിടെ ഇല്ലെങ്കിൽ ശിർക്കായി, ശബ്ദപരിധിക്കപ്പുറത്താണെങ്കിൽ ശിർക്കായി. എന്താണ് ഇത് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം? ഈ മാനദണ്ഡം പറയേണ്ടത് നിങ്ങളാണ്. കാരണം ജിന്നിനോടുള്ള പ്രാർത്ഥന കേൾക്കുമെന്ന് പറയുന്നത് നിങ്ങളാണ്. കേൾക്കുമെന്ന് പറയുന്നവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജിന്നുണ്ടോ, ഇവിടെയുള്ള ജിന്ന് കേൾക്കോ, ആ കേൾവി എത്രത്തോളാണെന്നൊക്കെ നിങ്ങളാണ് വിശദീകരിക്കേണ്ടത്. ഞങ്ങൾക്ക് പ്രാർത്ഥന കേൾക്കുമെന്ന വാദമില്ല, പ്രാർത്ഥിക്കാമെന്ന വാദമില്ല. ഈ വാദങ്ങളില്ലാത്തിടത്തോളം കാലം ഇവിടെ ഈ വിഷയങ്ങൾ വിശദീകരിക്കേണ്ട ബാധ്യത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ അടുക്ക് പറഞ്ഞൊരു പൊട്ടത്തരം, ഒന്നുകിൽ ഇയാൾക്ക് തിരിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇയാൾ മഹാ അബദ്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാസർ സുല്ലമിക്ക് സലാസുല്ലമി എഴുതി കൊടുത്തത് അതേപോലെ അനീഫ് സുല്ലമി വായിക്കുന്നു എന്ന് മാത്രം. എന്താ ഇവിടെ നിൽക്കുന്ന ജിന്നിന് ഞാൻ ചോദിക്കുന്ന കാര്യത്തിലെ കഴിവ് ഇല്ലെങ്കിൽ അത് ശിർക്കായി പോകൂലേന്ന ഉദാഹരണം. നാസർ സുല്ലമിനോട് ഒരു കിതാബ് എടുത്തെടുത്തിട്ട് അത് വായിക്കാൻ ആവശ്യപ്പെട്ടു അനീഫ് കായക്കൊടി. നാസർ സുല്ലമിക്ക് കിതാബ് വായിക്കാൻ അറിയില്ലാതെ ഇവിടെ തെളിഞ്ഞു. അതുകൊണ്ട് നാസർ സുല്ലമിക്ക് ആ കഴിവില്ല എന്നുള്ളതുകൊണ്ട് ആ കാര്യം ശിർക്കാകോ? 50,000 ഉറുപ്പ ഒരാളെടുത്ത് പോയി ചോദിച്ചു, അയാളെടുത്ത് 50 ഉറുപ്പ തരാനുള്ള കഴിവേ ഉള്ളൂ. അതുകൊണ്ട് ആ ചോദ്യം ശിർക്കാകോ? സുഹൃത്തുക്കളെ, പ്രാർത്ഥനയുടെ നിർവചനം തിരുത്തിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചത്. എന്താ പ്രശ്നം? പ്രാർത്ഥനയുടെ നിർവചനം തിരുത്തിയപ്പോ അള്ളാഹു മാത്രം കഴിയുന്നത് എന്ന ഒരു തത്വം, അള്ളാഹു അല്ലാത്ത അവന്റെ സൃഷ്ടികൾക്കാർക്കും കഴിയാത്തത് എന്ന തത്വം തിരുത്തിയതാ പ്രശ്നം അല്ലേ? യഥാർത്ഥത്തിൽ ഖുദറത്ത് എന്നത് ചർച്ച വരുന്നത് അവിടെയാണ്. അള്ളാഹ്ക്ക് മാത്രമുള്ള ഖുദറത്തുകൾ വേറുള്ളവർക്ക് വകവെച്ചു കൊടുക്കുമ്പോഴാണ് ഖുദറത്തിലൂടെ യഥാർത്ഥത്തിൽ ശിർക്ക് വരുന്നത്. അത് ഹനീഫ് കായക്കൊടി മനസ്സിലാക്കിയാൽ വിഷയം തിരിയും എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടതില്ല, മറുപടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ നിങ്ങൾ തിരുത്തിയത് കൊണ്ട് നിങ്ങൾക്കിത് തിരിയാതെ പോയി എന്ന് മാത്രം. അടുത്ത ചോദ്യം. ഇത് വസീലത്തുകൾ ശിർക്കാണ് എന്നാണല്ലോ പറയുന്നത്. എങ്കിൽ ആ വസീലത്തുകൾ ശിർക്കാണ് എന്നതിനുള്ള പ്രമാണമെന്ത്?
ഞങ്ങൾ കഴിഞ്ഞ പരിപാടി നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടോ കേട്ടിട്ടും നിങ്ങൾക്ക് ഉത്തരം പറയാനില്ലാത്തത് കൊണ്ടോ നിങ്ങൾക്ക് ഇതിന്റെ ചില വിശദീകരണങ്ങൾ പറയാൻ കഴിയാത്തത് കൊണ്ടോ ഈ ചോദ്യം ചോദിക്കേണ്ടി വന്നു. വസീലത്തുനിലെ ശിർക്ക് എന്നത് ഏത് തലത്തിൽ വരുന്നു എന്നത് ആര് ശേഖനെയും ഫൗസാനെയും ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ പുളിക്കലെന്നല്ല കേരളത്തിൽ ഈ വിഷയങ്ങൾ വിശദീകരിച്ചെടുത്ത് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി തന്നെയാണ് നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഇവിടെയും പറയാനുള്ളത്. ആര് ശേഖും ഫൗസാനുമൊക്കെ ഉന്നയിച്ച ആ കാര്യങ്ങൾ വസീലത്തു ശിർക്കിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ ഇസ്ലാമിൽ നിന്നും സലഫി ചിന്താധാരയിൽ നിന്നും പുറത്താക്കാൻ നിങ്ങൾ സന്നദ്ധരാണോ എന്ന മറിച്ചുള്ള ചോദ്യം ഈ പരിപാടിയിൽ തന്നെ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തരം തയ്യാറാക്കി ക്രമീകരിച്ച് കൃത്യമായി ഒരുങ്ങിയിട്ടെടുത്ത് പരിപാടിക്ക് വന്നാൽ മതി. 4 ചാനലിനെ പൂട്ടാൻ തീരുമാനിച്ചത് വേണ്ട. സലഫിയോട് തിരിച്ചു പറയുന്നു, നമുക്ക് 40 ചാനൽ പൂട്ടാം, 40 ചാനൽ പൂട്ടാം. ഞങ്ങളിവിടെ ചോദിച്ച 50 ചോദ്യം 4 ചാനലുകൊണ്ടും 40 ചാനലുകൊണ്ടും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റൂല. അടുത്തിട്ട് ഒടുക്കും. 4 സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് വ്യാഖ്യാനിച്ച് ഇമാം ഖുർത്തുബി ജിന്നിനോടുള്ള സഹായദാനം അത് വസീലത്തുനിലെ ശിർക്കാണ് എന്ന് പറഞ്ഞ ഭാഗമേത്? വായിച്ചെന്ന് ജനങ്ങളെ കേൾപ്പിച്ചു കൊടുക്കണ്ടേ? അത് പറഞ്ഞവരോടല്ലേ ചോദിക്കേണ്ടത്, പറയാത്തവരോട് ചോദിക്കണ്ടല്ലോ. ഞങ്ങൾ ഇതിന്റെ വിശദാംശങ്ങളോട് വിശദീകരിച്ചല്ലോ. ആ ഭാഗങ്ങൾ എടുത്തു വെച്ചിട്ട് ഫൈസൽ മൗലവി പറഞ്ഞ ഭാഗങ്ങൾ എടുത്തു വെച്ചിട്ട് മുറിക്കാനാണില്ലെങ്കിൽ മുറിച്ച് ഞങ്ങൾ കൊണ്ടുവന്നേരാ. നിങ്ങൾ മൂന്നാള് തന്നെയായി മാറിയിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ഒരു സഹായവും സപ്പോർട്ടും ഒരാളെടുത്തൊന്നും കിട്ടുന്നില്ല. അതും ഞങ്ങൾക്കറിയാം, കൃത്യമായി അറിയാം. അതുകൊണ്ട് ആ വിഷയത്തിൽ ഞങ്ങൾ തിരിച്ചു ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയണം. ആരാണ് അങ്ങനെ വായിച്ചത്, ആരാണ് അങ്ങനെ പറഞ്ഞത്? ഖുർത്തുബി നിങ്ങൾ പറഞ്ഞതുപോലെ ഫൈസൽ മൗലവിക്കെതിരിൽ നിങ്ങൾ ഉന്നയിച്ചതുപോലത്തെ ആരോപണം, ആ ആരോപണത്തിന്റെ രേഖ എന്താണ്? അദ്ദേഹം ആ പറഞ്ഞ ക്ലിപ്പ് എവിടെയാണ്? അത് ഇടണം അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. അടുത്തിട്ട് കൊടുക്കും. ഫൈസൽ മുസ്ലിയാർ പ്രസംഗിക്കുന്ന തെളിവ് പറയണം. സൂറത്തുൽ കഹ്ഫും സൂറത്ത് മറിയമും മാനസിക രോഗിക്ക് ഓതിക്കൊടുക്കാൻ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന്, എങ്ങനെയാണ് എന്ന് ഈ ചോദ്യം ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടിനോട് ചോദിക്കണം. ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി ജിന്നിറക്കിയപ്പോ ഓതിയ ആയത്ത് ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഓതിയതാ? അബ്ദുസ്സലാം മോങ്ങം അദ്ദേഹം ജിന്നിനിറക്കാൻ പോയപ്പോ, അതിന് കൊണ്ടുപോയപ്പോ അദ്ദേഹം ഓതിയ ആയത്ത്, ജിന്നിനെ ഇളക്കിയ ആയത്ത് ഏതായത്താ? അതോടാനുള്ള തെളിവെന്താ? ബഹുമാനായ അബ്ദുറഹ്മാൻ സലഫി മിണ്ടിയിട്ടില്ലല്ലോ. സലഫി മൂപ്പരായ ഒരു സ്റ്റൈലിൽ ചോദ്യം ചോദിച്ചവര് പറഞ്ഞവരൊക്കെ 2 വരി കൊണ്ട് മാനേജ് ചെയ്ത് പോവുക. അദ്ദേഹം എന്നെ വിളിച്ചതിന് വേണമെങ്കിൽ എനിക്ക് അതേ നാണയത്തിൽ തിരിച്ചു വിളിക്കാം. എന്നെ കുട്ടിക്കൊരങ്ങായെന്ന് വിളിച്ചതിന് തന്തക്കൊരങ്ങായെന്ന് എനിക്ക് വിളിക്കാം. പക്ഷേ സലഫിന്റെ പ്രായം ഞാൻ പരിഗണിക്കണല്ലോ, പിന്നെ അദ്ദേഹത്തിന്റെ അപ്പത്തൊരു സാഹചര്യം പരിഗണിക്കണല്ലോ. അദ്ദേഹം അത്രയ്ക്കല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ നിലക്കും അദ്ദേഹം അങ്ങനത്തെ ഒരു ക്രൈസിസിലാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ സംഗതി തൽക്കാലം നമ്മൾ വിട്ടുകൊടുക്കുന്നു. അബ്ദുറഹ്മാൻ സലഫി ഒരു ഷെയ്ഖിന്റെ മുന്നിൽ കടന്നുകൊടുത്ത് തലയിൽ തുപ്പിക്കൊടുത്തപ്പോ ഷെയ്ഖോദിയ ആയത്തിന്റെ തെളിവെന്താണ് ഷെയ്ഖിനെ വിളിച്ചു ചോദിക്കും. ഷെയ്ഖിനെ വിളിച്ചു ചോദിച്ചിട്ട് ആ കാര്യങ്ങൾ അവതരിപ്പിക്കും. നിങ്ങൾക്ക് അവിടെയൊക്കെ ഏതാ ഈ ആയത്തുകൾ ഉപയോഗിച്ച് ജിന്നിനെ ഇറക്കാൻ എന്താണോ നിങ്ങൾക്കുള്ള തെളിവ്? ആ തെളിവ് തന്നെയാണ് ഞങ്ങൾക്കുമുള്ള തെളിവ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനനായ ഫൈസൽ മൗലവി ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ തൊടാതെ ആകൊന്ന ആ തൊട്ടിന്റെ സ്ഥിതി നിങ്ങൾ കണ്ടു ചെയ്തു. അത് അങ്ങനെയല്ലേ ചോദിക്കണ്ടേ അല്ലെ? പരീക്ഷയ്ക്ക് കുട്ടിക്ക് ചോദ്യപേപ്പർ കിട്ടിയിട്ട് ഈ ചോദ്യം ശരിയാവില്ല, ചോദ്യം എനിക്ക് പറ്റിയ മാതിരി ആക്കി തരണം എന്ന് പറയുന്ന പോലെയാണ് അല്ലെ? അതൊക്കെ വീട്ടിൽ പെണ്ണുങ്ങളോടും കുട്ടികളോടൊക്കെ പറഞ്ഞ ഓര് ശരിയാക്കി തരുന്നല്ലാതെ. അതുകൊണ്ട് ഇവിടെ എല്ലാ ചോദ്യങ്ങളും ഞങ്ങൾ മുറിച്ചു വെച്ചിട്ടുണ്ട്. മാത്രല്ല ഫൈസൽ മൗലവി ഇന്ന് ഉന്നയിച്ച പുതിയ ചോദ്യങ്ങളുണ്ട്, ഞങ്ങളുടെ കുട്ടികൾ കൊടുത്തുവിട്ട ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം. അതിന് 4 തവണ വന്നാൽ മതിയാവുകയില്ല. ഇതിനൊക്കെയാണ് നിങ്ങൾ സമയം കളയേണ്ടത്. സുഹൃത്തുക്കളെ, ഇവർക്ക് ദഅവത്തിൽ താല്പര്യമില്ല, ഇവർക്ക് പ്രബോധനം അജണ്ടയല്ല. ഇവര് ജിന്നിലും സിഹറിലും കടന്ന് കറങ്ങി ഈ അജണ്ട ഇതിൽ പിടിച്ചു നിന്ന് മുന്നോട്ടു പോകാനുള്ള തീവ്രയത്ന പരിപാടിയിലാണ്. മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ കുട്ടികൾ ഹൈസക്ക് എന്ന പേരിൽ കേരളത്തിൽ MSM നടത്തിക്കൊണ്ടിരിക്കുന്ന, എല്ലാ ജില്ലയിലും നടത്തുന്ന
തരത്തിലുള്ള പ്രോഗ്രാമുകളുടെ ഭാഗമായി ഇന്ന് 1500-ലധികം കുട്ടികൾ പങ്കെടുത്ത ഹൈസെക് നടന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ഇവര് അത് മുടക്കാൻ വേണ്ടി റിമോട്ട് കൺട്രോളുകളായി വർത്തിക്കുന്ന ചിലർ പോലീസ് സ്റ്റേഷനുകളിൽ കയറിയിറങ്ങുകയായിരുന്നു. ദഅവ പ്രോഗ്രാമുകൾ മുടക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലുണ്ടോ ഇങ്ങനത്തെ ഒരു രീതി? KM മൗലവിയും അതേപോലെ തന്നെ KP മുഹമ്മദ് മൗലവിയും നേതൃത്വം കൊടുത്ത നദുവത്തുൽ മുജാഹിദീൻ ഇത്തരം രീതികൾ പ്രോത്സാഹിപ്പിക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടുണ്ടോ? അതിന്റെ രേഖ എന്താണ്, അതിന്റെ തെളിവെന്താണ് എന്ന് നിങ്ങൾ ജനങ്ങളോട് പറയണം. അവസാനം പോലീസ് അങ്ങോട്ട് ക്ലാസ് എടുത്തെടുത്തു. ഹൈസെക് എന്ന് പറഞ്ഞ പരിപാടി നടക്കേണ്ടതാണ്, അത് നല്ല പരിപാടിയാണ്. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ മുടക്കാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്, നടത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. പണ്ട് കോഴിക്കോട്ട് നിന്ന് മലപ്പുറത്ത് വന്ന് പ്രോഫ്കോൺ മുടക്കാൻ ശ്രമിച്ചപ്പോ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കോഴിക്കോട്ട് പ്രോഫ്കോൺ പോയി നടത്താൻ നോക്കി, ഇത് മുടക്കാനല്ല നിൽക്കേണ്ടത് എന്നാണ്. അവസാനത്തെ ഒരു വാചകം എന്താ അറിയോ? വളരെ സമർത്ഥമായി അദ്ദേഹം വിസയും പാസ്പോർട്ടൊക്കെ കൈകാര്യം ചെയ്തു. ഒരാൾക്ക് എത്ര വിസ ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, അതെങ്ങനെയുണ്ട്, അവിടെ പിന്നെ വിദേശത്ത് പോകലുണ്ടോ, ഇതൊന്നല്ല വിഷയം. വിദേശത്ത് നിന്ന് 10 ദിവസത്തെ ശമ്പളം താങ്കൾ, വിദേശത്ത് നിന്ന് 10 ദിവസത്തെ ശമ്പളം താങ്കൾ അവിടെ നിന്ന് ശമ്പളം കൈപ്പറ്റിയതുപോലെ, സാമ്പത്തികം കൈപ്പറ്റിയതുപോലെ അവിടെ ഇല്ലാത്ത താങ്കൾ സുല്ലമുസ്സലാമിലെ പട്ടികയിൽ ഒപ്പിട്ട് ഇവിടുന്ന് വാങ്ങിയെന്നുള്ളതാ മർമ്മം. ആരൊക്കെയാണ് ഗൾഫിൽ പോകല് ഞങ്ങൾക്കും അറിയാന്ന, അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട, ജനങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങൾ ചെയ്ത് പണി ചെയ്തിട്ടില്ല. അതെന്താ? ഇല്ലാത്ത ദിവസം ഒപ്പിട്ടിട്ട് പൈസ വാങ്ങണ പരിപാടി അല്ലേ? PhD അരമണിക്കൂർ വിശദീകരിച്ച സലഫി താങ്കൾ മിണ്ടിയിട്ടില്ല. താങ്കൾ ഒറ്റ വാചകത്തിൽ അല്ലെ കുട്ടിക്കൊരങ്ങനെന്നോ അതല്ലെങ്കിൽ മുസ്ലിയാരെന്നോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്കുള്ള പരാമർശങ്ങൾ ഉന്നയിച്ച് രക്ഷപ്പെട്ടു. ഞങ്ങൾ ചോദിച്ചു, PhD നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ, അതിന്റെ നോംസ് ഉണ്ടോ ഇല്ലയോ? ഇതൊന്നുമല്ല നമ്മൾ തമ്മിലുള്ള ചർച്ചാ വിഷയം. ഇവിടുത്തെ ചർച്ച എന്താ? മുജാഹിദുകളുടെ തല എണ്ണി കാണിച്ച് നിങ്ങൾ വാങ്ങിയ പോസ്റ്റ്, ചോദിച്ചു വാങ്ങിയ പോസ്റ്റ് നിങ്ങളുടെ വ്യക്തിപരമായ സ്വാർത്ഥതയ്ക്കു വേണ്ടി ദുരുപയോഗപ്പെടുത്തി എന്നതാണ്. ബഹുമാന്യനായ കരുവള്ളിയെ തെറ്റിദ്ധരിപ്പിച്ച് കത്ത് വാങ്ങി തങ്ങളെ വീട്ടിൽ അദ്ദേഹത്തെ പറഞ്ഞയച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്നതാണ്. അതുകൊണ്ടൊന്നും തൽക്കാലം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഈ സുദീർഘമായ സംഭാഷണങ്ങൾ മുഴുവൻ പുലിക്കൽ പ്രദേശത്ത് നമ്മുടെ കുട്ടികൾ, നമ്മുടെ മുതിർന്നവർ, ചെറുപ്പക്കാർ എല്ലാവരും സംഘടിതമായി നടത്തുന്നത് ഒരിക്കലും വിരോധങ്ങൾ തീർക്കാൻ വേണ്ടിയല്ല. മരണത്തിന്റെ ശേഷം ഒരു ജീവിതമില്ലായിരുന്നുവെങ്കിൽ നമുക്കിത് ആവശ്യമില്ലായിരുന്നു. തൗഹീദിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക നേതൃത്വം എന്ന് പറയുന്നവർ എവിടെ എത്തി എന്നത് നിങ്ങൾ കണ്ടു പ്രിയപ്പെട്ടവരെ. ജിന്നിനെയും മലക്കിനെയും അഭൗതികമാക്കിയതിലൂടെ അള്ളാഹു മാത്രമുള്ള കഴിവ് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തതിലൂടെ അള്ളാഹുവിൽ നിന്ന് മാത്രം വരാവുന്ന സഹായവും അള്ളാഹുവിൽ നിന്ന് മാത്രം വരാവുന്ന രക്ഷയും അള്ളാഹുവിൽ നിന്ന് മാത്രം വരാവുന്ന അഭൗതികമായ ഉപദ്രവവും ജിന്നിന് വെച്ചു കൊടുത്തതിലൂടെ ശിർക്കിലേക്ക് എത്തിപ്പെട്ടവർ തൗഹീദിന്റെ അടിക്കല്ല് കുഴക്കിയപ്പോൾ അവർക്കെല്ലാം പിഴച്ചു, അവരുടെതെല്ലാം തകർന്നു. അല്ലാഹുവല്ലാത്തവർ പ്രാർത്ഥന കേൾക്കുമെന്നിടത്തേക്കും, അതേപോലെ തന്നെ അല്ലാഹുവല്ലാത്തവർ അദൃശ്യങ്ങൾ അറിയുമെന്നിടത്തേക്കും, മനസ്സിലുള്ളത് അറിയുമെന്നിടത്തേക്കും, അതേപോലെ തന്നെ അല്ലാഹുവല്ലാത്തവർ ഉത്തരം ചെയ്യും, ജിന്ന് ഉത്തരം ചെയ്യുമെന്നിടത്തേക്കും, ഇയ്യാക നഅ്ബുദു വൽ ഇസ്തിആനത്തിൽ നിന്ന് മനുഷ്യൻ ഒഴിവാനി എന്നിടത്തേക്കും ഒക്കെ എത്തുകയും ശിർക്കിന്റെ പടുകുഴിയിലേക്ക് വീഴുകയും ചെയ്തവർ നിങ്ങളെ മിമ്പറിൽ നിന്ന് പിടിച്ചിറക്കിയാലും നിങ്ങളെ മിഹ്റാബിൽ നിന്ന് തിരിച്ചു പിടിച്ചാലും നിങ്ങളെ ഇമാമത്ത് നിർത്തിയിട്ടില്ലെങ്കിലും സലാം പറഞ്ഞിട്ടില്ലെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും അവരോട് വിരോധപൂർവ്വം പ്രതികരിക്കരുതെന്നും അവരകപ്പെട്ട ശിർക്ക് അവരെ തിരുത്തി അവരെ തിരിച്ചു കൊണ്ടുവരണമെന്നും ചില ആളുകൾ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയ ഉപജാപക സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ പിടികൂടപ്പെട്ടപ്പോൾ തട്ടിപ്പടച്ചുണ്ടാക്കിയ സിദ്ധാന്തം അതാണ് ഇസ്തിആനത്തും ബിൽ ജിന്നുമായി ബന്ധപ്പെട്ട കാര്യം. നോക്കൂ നിങ്ങൾ, ജില്ലാ ഇലക്ഷനുകളുടെ അവസ്ഥയെത്തും വരെ ഇസ്തിആനത്തു ബിൽ ജിന്നും ജിന്നിനോടുള്ള സഹായവേട്ടവും ചർച്ചയായിട്ടില്ല. തിരുവനന്തപുരം മുതൽക്കുള്ള ജില്ലകളിലെ ഇലക്ഷന്റെ റിസൾട്ട് എടുത്ത് പരിശോധിച്ചാൽ പുറത്താക്കപ്പെടും മുമ്പ് കമ്മിറ്റികളുടെ സ്റ്റാറ്റസ് ആർക്കനുകൂലമായിരുന്നുവെന്നത് പൊതുവായി ആർക്കനുകൂലമായിരുന്നു എന്നത് വ്യക്തമാണ്. തിരുവനന്തപുരത്ത് 1-2 ആളുകളാണ് അനുകൂലമായി ഉണ്ടായത്, ബാക്കി മുഴുവൻ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ. കൊല്ലത്തും എറണാകുളത്തും കഴിഞ്ഞാൽ തൃശൂരിൽ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ. ഈസ്റ്റ് ജില്ലയിൽ കുറഞ്ഞ വോട്ടുകൾക്ക് യഥാർത്ഥത്തിൽ സലഫിയത്തിന്റെ മാർഗത്തിൽ ചിന്തിക്കുന്നവർക്ക്, ആ ലൈനിൽ ആലോചിക്കുന്നവർക്ക്, അത്തരം ആളുകളുള്ള കൂട്ടായ്മക്ക് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. കോഴിക്കോട് സൗത്ത് ജില്ലയിലെ മേജർ കാര്യങ്ങൾ
ലഭിച്ചത് യഥാർത്ഥത്തിൽ ഔദ്യോഗിക നേതൃത്വത്തിന് വിരുദ്ധമായ ആളുകൾക്ക് തന്നെയായിരുന്നു. കണ്ണൂരിൽ 1-2 വോട്ടുകൾക്ക് പോയി. ഇത്തരമൊരു സാഹചര്യത്തിൽ സ്റ്റേറ്റ് കൗൺസിൽ പിടിക്കാനും ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി നേരത്തെ തുടങ്ങി വെച്ചതിന് ശക്തി കൊടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്തിആനത്ത് ബിൽ ജിന്നി എന്ന ആരോപണം വരുന്നത്. അതിന്റെ പരിണിതിയാണ് ഫൈസൽ മൗലവി വിശദമായി ഇവിടെ വിശദീകരിച്ചത്. അതുകൊണ്ട് ഇനിയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. സംവാദത്തിന്റെ വെല്ലുവിളി ഇവിടെ നിലനിൽക്കുന്നു. പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തിക്ക് ആ പ്രാർത്ഥന കേൾക്കാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുകയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥനയാവുകയുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന ഞങ്ങൾക്കെതിരെ ഉന്നയിച്ച വാദം അതെവിടെ, അത് ഞങ്ങൾ എവിടെ പറഞ്ഞു തുടങ്ങിയ ചോദ്യങ്ങൾ വിശദീകരിച്ചും അതിന് മറുപടി പറഞ്ഞും നിങ്ങൾ ഇനിയും വരണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.